പാർട്ടിക്ക് പങ്കില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്കുള്ള CPM DYFI ബന്ധം പുറത്തായത്. ഇന്നലെ അറസ്റ്റിലായ അമൽ ബാബു റെഡ് വളണ്ടിയർ മാർച്ച് നയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അറസ്റ്റിലായ സായുജും ഒളിവിലുള്ള ഷിജാലും DYFI യൂണിറ്റ് ഭാരവാഹികളാണ്. എന്നാൽ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ നിരപരാധികളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് CPM ആരോപിച്ചു. ഈ ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു DYFI പ്രവർത്തകരാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് DYFI സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. ഈ ബോംബുണ്ടാക്കിയ സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട DYFIയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. സ്ഫോടനത്തിൽ മരിച്ച ഷരിന്റെ വീട്ടിൽ CPM നേതാക്കൾ പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. എന്നാൽ മരിച്ച വീട്ടിൽ പോയ നേതാക്കൾ ജാഗ്രത കാണിക്കണമെന്നായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പോലീസിനെ പഴിചാരി പാനൂർ സ്ഫോടനത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് സ്ഥാപിക്കുകയാണ് CPM-ഉം DYFI-യും. അപ്പോഴും ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം.